തകർച്ചയെയും വിഭജനത്തെയും പരാജയപ്പെടുത്തുമെന്നും 2026 ജനങ്ങൾ രാജ്യത്തും അവരുടെ ജീവിതത്തിലും പോസിറ്റീവ് മാറ്റങ്ങൾ കാണുമെന്നുമായിരുന്നു സ്റ്റാർമറുടെ പ്രസംഗം. കുറച്ചുകാലമായി ബ്രിട്ടനിൽ കാര്യങ്ങൾ ദുഷ്കരമായിരുന്നുവെന്ന് സമ്മതിച്ച പ്രധാനമന്ത്രി പൊതുജനങ്ങൾ ഇപ്പോൾ കുറഞ്ഞ ബില്ലുകൾ, തെരുവുകളിൽ കൂടുതൽ പോലീസ്, കൂടുതൽ പുതിയ ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സമഗ്ര വികസനം കാണാൻ തുടങ്ങുകയാണെന്നും കൂട്ടിച്ചേർത്തു. രാജ്യം നേരിടുന്ന വെല്ലുവിളികൾ പതിറ്റാണ്ടുകളായി രൂപപ്പെട്ടതാണ്. ഒറ്റ രാത്രി കൊണ്ട് ഇവ പരിഹരിക്കാൻ കഴിയുകയില്ലെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. 2026 കാര്യങ്ങൾ എളുപ്പമാകാൻ തുടങ്ങുമെന്നും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തു. മരവിപ്പിച്ച റെയിൽ നിരക്കുകൾ, കുറിപ്പടി നിരക്കുകൾ, ഇന്ധന തീരുവ, മിനിമം വേതനത്തിലുള്ള വർധനവ് എന്നിവ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബില്ലുകളിലും കമ്മ്യൂണിറ്റികളിലും ആരോഗ്യ സേവനത്തിലും കൂടുതൽ മാറ്റം അനുഭവിക്കാൻ തുടങ്ങുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വികസനമൊരിടിപ്പ്, ഉയർന്ന നികുതികൾ, റെക്കോർഡ് തൊഴിലില്ലായ്മ എന്നിവ 2025 രാജ്യത്തെ പ്രതികൂലമായി ബാധിച്ചുവെന്ന് കൺസർവേറ്റീവ് നേതാവ് കെമി ബെഡനോക്ക് തന്റെ സ്വന്തം പുതുവത്സര സന്ദേശത്തിൽ പറഞ്ഞു. മന്ദഗതിയിലുള്ള സാമ്പത്തിക വളർച്ച, മോശം പോൾ റേറ്റിംഗുകൾ, നേതൃത്വ വെല്ലുവിളി എന്നിവയുമായി നിരന്തരം പോരാടുന്ന പ്രധാനമന്ത്രിക്ക് 2026 പ്രയാസകരമായ വർഷമായിരിക്കുമെന്നാണ് രാഷ്ട്രീയ വിമർശകരുടെ പക്ഷം.